भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാവിശേഷങ്ങളെ കൊണ്ട്, സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 651 ദിവസത്തിൽ എത്തുന്നു. ഇന്ന് ഗുരുവായൂരപ്പനെയും ചോറ്റാനിക്കരമ്മയെയും 4 തവണ വീതം പൂജിക്കാനുള്ള അത്യപൂർവമായ ഭാഗ്യം സിദ്ധിച്ച യശശരീരനായ എൻ്റെ പിതാവ് മൂർക്കന്നൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനം കൂടിയാണ് ഇന്ന്. ശ്രാദ്ധത്തോടൊപ്പം കൃഷ്ണസ്മൃതി പുരസ്കാര സമർപ്പണവും നടന്നു കഴിഞ്ഞു. അച്ഛൻ്റെ മരണമില്ലാത്ത സ്മരണകളുടെ എല്ലാ വർഷവും നൽകുന്ന കൃഷ്ണസ്മൃതി പുരസ്കാരം ഇത്തവണ ഗുരുവായൂരപ്പൻ്റെ മുൻ മേൽശാന്തിയും സാമവേദ പണ്ഡിതനും ആയുർവേദ ഭിഷഗ്വരനുമായ ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരിക്കാണ് സമ്മാനിച്ചത്. 2016 മെയ് മാസം 16 അച്ഛൻ്റെ ഭൗതികമായ സാന്നിധ്യം ഞങ്ങളെ വിട്ടുപോയതിനു ശേഷം 2017 മുതൽ ആണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിമാരായിരുന്ന സർവശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരി, ഏഴിക്കോട് ശശി നമ്പൂതിരി, ഏഴിക്കോട് സതീശൻ നമ്പൂതിരി, മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി, കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി, കാവപ്രമാറത്ത് നാരായണൻ നമ്പൂതിരി, മുന്നൂലം ഭവൻ നമ്പൂതിരി എന്നിവരാണ് നേരത്തെ ഈ പുരസ്കാരത്തിന് അർഹരായത്. അതിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരിയാണ് 2007 എനിക്ക് ആദ്യമായി ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി സ്ഥാനം ഗുരുവായൂരപ്പൻ്റെ സങ്കല്പമനുസരിച്ച് നറുക്കെടുപ്പിലൂടെ അനുഗ്രഹിച്ച് തന്നത്. രണ്ടാമത് 2015 ഈ ഉള്ളവൻ വീണ്ടും മേൽശാന്തിയായപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഓദിക്കൻ കൂടിയായ മുന്നൂലം ഭവൻ നമ്പൂതിരിയാണ് ആ മേൽശാന്തി സ്ഥാനം എനിക്ക് നൽകി അനുഗ്രഹിച്ചത്. അങ്ങനെ
ആ പിതൃസ്മരണയോട് കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഭാഗവതം ആരംഭിക്കുന്നത്. നൃഗൻ എന്ന രാജാവിൻ്റെ ഭഗവാനോടുള്ള മറുപടിയോടുകൂടി ദശമസ്കന്ധമുത്തരാർത്ഥത്തിൽ 64-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് ആരംഭിക്കുന്നു. നൃഗൻ പറഞ്ഞു, നൃഗോ നാമ നരേന്ദ്രോഹം ഇക്ഷ്വാകുതനയ പ്രഭോ ദാനിഷ്വാഖ്യായമാനേഷു യദീതേ കർണമസ്പൃശം. പ്രഭോ ഭഗവാനെ വിളിക്കുകയാണ്. ഇക്ഷ്വാകുതനയ, ഇക്ഷ്വാകുവിൻ്റെ പുത്രനായ നൃഗൻ എന്നു പേരുള്ള നൃഗഹ നാമ നരേന്ദ്രഹ അഹം, ഞാൻ ആ നൃഗൻ എന്നു പേരുള്ള ഒരു രാജാവാണ്. ദാനിഷു, ദാനം ചെയ്യുന്നവരിൽ, ആഖ്യായമാനേഷു, അവരെ കുറിച്ച് പറയുമ്പോൾ, ദാനം ചെയ്യുന്നവരെ കുറിച്ച് പറയുമ്പോൾ, തേ കർണം, അങ്ങയുടെ കാതുകളും, യതി അസ്പൃശം, ഞാൻ സ്പർശിച്ചിട്ടുണ്ടാവും നിശ്ചയം, എന്ന് വെച്ചാൽ അങ്ങ് എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും എന്ന്. ദാനശീലന്മാരുടെ കാര്യം പറയുമ്പോൾ, ആ ജനങ്ങളുടെ പ്രസ്താവം വരുന്ന സമയത്ത് അവിടുന്നും എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാവൂലോ എന്നാണ്. ഈ ഒരു അഹങ്കാരമാണ് ഒരർത്ഥത്തിൽ നൃഗനെ അധപ്പതിപ്പിച്ചത് എന്ന് സജ്ജനങ്ങൾ പറയുന്നു. താൻ വലിയ ദാനശീലനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന സ്വഭാവം. ഏതായാലും കിം नु തേ വിദിതം നാഥ സർവഭൂതാത്മസാക്ഷിണ കാലേന അവ്യാഹതദൃശോ വക്ഷ്യേധാപി തവാജ്ഞയാ. ഹേ നാഥ, കാലേന അവ്യാഹതദൃശ, കാലം കൊണ്ട് ആ വ്യാഹനിക്കപ്പെടാത്ത അറിവോടുകൂടിയ, സർവഭൂതാത്മസാക്ഷിണ, എല്ലാ ഭൂതങ്ങളുടെയും മനസ്സാക്ഷി അല്ലെങ്കിൽ അതിന് സാക്ഷിയായിരിക്കുന്ന അവിടുത്തേക്ക്, അവിദിതം കിംന്നു, എന്തെങ്കിലും അറിയാത്തതുണ്ടോ, അധാപി, എങ്കിലും, തവ ആജ്ഞയ, അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് അങ്ങ് ചോദിച്ചതുകൊണ്ട്, പക്ഷേ ഞാൻ പറയുന്നു. നോക്കൂ, ആ ആദ്യം ചെറിയൊരു അഹങ്കാരം കാണിച്ചുവെങ്കിലും അടുത്ത ശ്ലോകത്തിൽ ഭഗവാന്റെ അനിർവചനീയമായ മഹിമയെ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, അങ്ങ് എല്ലാവരിലും ആ സാക്ഷിയായി നിൽക്കുന്ന ആളാണ്. അങ്ങയുടെ ജ്ഞാനത്തിന് കാലദേശാദി അവസ്ഥാഭേദങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയല്ല, അതിന് നാശം സംഭവിക്കില്ല. അങ്ങനെ അങ്ങയുടെ അറിവിൽപ്പെടാതെ ആരും ഈ ലോകത്തില്ല, ആർക്കും ഒരു പ്രവൃത്തിയും ചെയ്യാനും സാധിക്കില്ല. എങ്കിലും എൻ്റെ കഥ അങ്ങക്ക് അറിയാമെങ്കിലും അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ അങ്ങക്ക് അത് പറഞ്ഞു തരാം. യാവത്യസി കഥാ ഭൂമേർ യാവത്യോ ദിവിതാരക യാവത്യോ വർഷധാരാശ്ച താവതീരദദാം സ്മഗ. വീണ്ടും ആ ആത്മപ്രശംസ. ഭൂമേ സിതക യാവത്യ, ഭൂമിയിൽ മണൽത്തരികൾ എത്രയുണ്ടോ, ദിവി താരക യാവത്യ, ആകാശത്ത് നക്ഷത്രങ്ങൾ എത്രയുണ്ടോ, വർഷധാരാജ, മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ മഴ തുള്ളികൾ, ധാരകൾ, അത് എത്രയുണ്ടോ, യാവത്യ താവതി, അത്രയും ഗാ അദദാം സ്മ, ഞാൻ അത്രയും പശുക്കളെ ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ ദാനം ചെയ്യുന്നത് ശ്രേഷ്ഠമാണ്, പക്ഷേ അതിനെക്കുറിച്ച് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. പയസ്വിനി തരുണി ശീലരൂപ ഗുണോപപന്ന കപില ഹേമശൃംഗി ന്യായാർജിതാരൂപ്യഘുരാസവത്സാദുകൂലമാലാഭരണ ദദാവഹം. വീണ്ടും അവിടെ ഏതാ തൻ്റെ ആ കേമത്വം, ദാനത്തിൻ്റെ കേമത്വം പറയുകയാണ്. പയസ്വിനി, പാല് തരുന്ന, ധാരാളം പാലുള്ള, തരുണി, പ്രായം കുറഞ്ഞ, ശീലരൂപ ഗുണോപപന്ന, ശീലം രൂപം എന്നീ ഗുണങ്ങളുള്ള, കപില, കപിലവർണ്ണത്തോടു കൂടിയ, ഹേമശൃംഗി, സ്വർണം കെട്ടിയ കൊമ്പുകളോടുകൂടിയ, രൂപ്യഘുര, വെള്ളി കെട്ടിയ കുളമ്പുകളോടുകൂടിയ, ന്യായാർജിത, ന്യായം കൊണ്ട് സമ്പാദിച്ച, സവത്സ, കുട്ടികളോടുകൂടിയ, ദുകൂലമാലാഭരണ, വസ്ത്രങ്ങൾ, മാലകൾ, ആഭരണങ്ങൾ എന്നിവയോടുകൂടിയ, ഗാ അഹം ദദു, ഈ പശുക്കളെ ഞാൻ ദാനം ചെയ്തു. ഞാൻ കൊടുത്ത പശുക്കൾ ഒക്കെ തന്നെ, എല്ലാ പശുക്കളും
അധികം പാല് കറക്കുന്നതാണ്, പ്രായം കുറഞ്ഞതാണ്, സ്വഭാവ ഗുണമുണ്ട്, കാഴ്ചയ്ക്ക് ഭംഗിയുണ്ട്, ആ കപിലവർണ്ണം ചെമ്പിച്ച നിറമാണ്, കൊമ്പുകളിൽ സ്വർണം കെട്ടിയിട്ടുണ്ട്, കുളമ്പിൽ വെള്ളി കെട്ടിയിട്ടുണ്ട്, വിശേഷമായിട്ടുള്ള വസ്ത്രാഭരണങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അത് തന്നെയുമല്ല, ഇതിനെയൊക്കെ ഒട്ടും തന്നെ അന്യായമില്ലാതെ പരിപൂർണമായി ന്യായമാർഗത്തിലൂടെ ഞാൻ സമ്പാദിച്ചതാണ്. ദാനം ചെയ്യപ്പെടുന്ന വസ്തു ശുദ്ധം ആയിരിക്കണം, ദാനവിധിപ്രകാരമാവണമെന്നാണ്. പക്ഷേ ഈ രണ്ട് ഗുണങ്ങളും ഈ ദാനം ചെയ്യുന്ന വസ്തുവിനുണ്ടെങ്കിലും ദാനം ചെയ്യുന്ന ആളുടെ ഗർവം അത് അധപ്പതനത്തിന് കാരണമാവും. ഇവിടെയൊക്കെ നൃഗന്റെ ഒരു അഹങ്കാരത്തിന്റെ ഭാവം നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. സ്വലംകൃതേഭ്യോ ഗുണശീലവദ്ഭ്യ സീതത് കുടുംബേഭ്യ ഋതവ്രതേഭ്യ തപശ്രുത ബ്രഹ്മവദാന്യസദ്ഭ്യ പ്രാദാം യുവഭ്യോ ദ്വിജപുംഗവേഭ്യ സ്വലംകൃതേഭ്യ നന്നായി അലങ്കരിക്കപ്പെട്ടവരും ഗുണശീലവദ്ഭ്യാം ഗുണം ശീലം തുടങ്ങിയവയുള്ളവരും സീതത് കുടുംബേഭ്യ തളരുന്ന കുടുംബം ഉള്ളവരും ബുദ്ധിമുട്ടുള്ള ആളുകളും അതേപോലെ തന്നെ തപശ്രുത ബ്രഹ്മവദാന്യസദ്ഭ്യ തപസ്സുകൊണ്ട് ശ്രുതിപ്പെട്ടവരും ഋതവ്രതേഭ്യ വ്രതം ആചരിക്കുന്നവരും അതേപോലെ ആ ബ്രഹ്മത്തിൽ വേദത്തിൽ നല്ല ഉദാരമായ പാണ്ഡിത്യമുള്ളവരും സജ്ജനങ്ങളും യുവഭ്യ യുവാക്കന്മാരുമായ ദ്വിജപുംഗവേഭ്യ ബ്രാഹ്മണ ശ്രേഷ്ഠർക്കാണ് ഞാൻ ഇതിനെയൊക്കെ ദാനം ചെയ്തത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ദാനം ചെയ്യുന്ന വസ്തു ശുദ്ധാവണം എന്ന് ആദ്യം പറഞ്ഞു. ഇനി ദാനം വാങ്ങുന്ന ആളുകൾ വസ്തുശുദ്ധി, ക്രിയാശുദ്ധി, പാത്രശുദ്ധി, കൊടുക്കുന്ന ആളുകളുടെ ശുദ്ധിയും അവിടെ നോക്കണം എന്നാണ്. താൻ ആർക്കെങ്കിലും ദാനം ചെയ്യല്ല, നല്ല പോലെ ആലോചിച്ച് വേണ്ട ആളുകൾക്കാണ് ഞാൻ ദാനം ചെയ്തത്. സ്നാനം, ത്രിപുണ്ഡ്രധാരണം, ശുഭ്രവസ്ത്രധാരണം, അങ്ങനെ ഏറ്റവും നല്ലവരായിരിക്കുന്ന ബ്രാഹ്മണര്, വിഷയവൈരാഗ്യം, യഥാലാഭസന്തുഷ്ടി തുടങ്ങിയ ഗുണങ്ങൾ ഉള്ള ആളുകൾ, സമഭാവം, ശാന്തത, നിത്യവൃത്തിക്കാണെങ്കിൽ അവർക്ക് വേറെ വഴിയില്ലാത്ത ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണല്ലോ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ധർമ്മം, തപസ്, മാത്സര്യമില്ലാത്ത അവസ്ഥ, ലജ്ജ, ക്ഷമ, അസൂയയില്ലായ്മ, യാഗം, സമം, സത്യം, ദാനം, ധൃതി, ശ്രുതം, ഇങ്ങനെ 12 തരത്തിലുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ചവരാണ്. തപശ്രുത ബ്രഹ്മവദാന്യസദ്ഭ്യ, അങ്ങനെ വ്രതങ്ങൾ മറ്റുള്ളവരെ ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടല്ല, അവർ സ്വയം ചെയ്യുന്ന ആചരിക്കുന്ന ആളുകളാണ്. തപസ്സുകൊണ്ടുള്ള പ്രസിദ്ധി, വേദം പഠിക്കലും പഠിപ്പിക്കലുള്ള അതിസാമർഥ്യം, സാധുത്വം, ഇങ്ങനെ ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന ചെറുപ്പക്കാരായ ബ്രാഹ്മണ ശ്രേഷ്ഠർക്കാണ് ഞാൻ ഈ ദാനങ്ങളൊക്കെ ചെയ്തത്. ഗോ ഭൂഹിരണ്യായതനാശ്വഹസ്തിന കന്യാ സദാസീസ്ഥിലരൂപ്യശയ്യ വസാംസി രത്നാനി പരിച്ഛദാൻ രഥാനിഷ്ടം ച യജ്ഞൈശ്ചരിതം ച പൂർത്തം. ഗോഭൂഹിരണ്യായതനാശ്വഹസ്തിന, പശു, ഭൂമി, സ്വർണം, വീട്, കുതിര, ആന. സദാസി, ദാസികളോടുകൂടിയ കന്യ, കന്യകകള്. തിലരൂപ്യശയ്യ, എള്ള്, വെള്ളി, അതേപോലെ കിടക്കാൻ ശയനത്തിന് പറ്റിയ. വാസാംസി, പിന്നെ വസ്ത്രങ്ങള്. രത്നാനി, രത്നങ്ങൾ. പരിച്ഛദാൻ, അതിന് യോജിച്ചിട്ടുള്ള ഉപകരണങ്ങൾ. രഥാൻ, തേരുകൾ. ഇതൊക്കെ ദത്ത, എന്നാൽ നൽകപ്പെട്ടു. യജ്ഞൈ, ഇഷ്ടം, യാഗത്തിൽ ഇഷ്ടം ച, യജിക്കപ്പെടുകയും ചെയ്തു, യാഗമൊക്കെ ചെയ്തു. പൂർത്തം എന്ന് പറഞ്ഞാൽ കുളം, അതേപോലെ കിണർ എന്നിവ കുഴിക്കുക, തണ്ണീർപ്പന്തല്, അന്നസത്രം, ഇതൊക്കെ അതും ഞാൻ വേണ്ടതുപോലെ ചരിതം ആചരിച്ചു എന്നാണ്. ഗോദാനം മാത്രമല്ല, പശുക്കളെ കൊടുത്തു എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ അതേപോലെ ഭൂമി കൊടുത്തു, സ്വർണം കൊടുത്തു, യാഗങ്ങൾ കൊണ്ട് ദേവന്മാരെയും. പൂർത്തം, വാപി, കൂപ, തടാക, അന്നസത്രാദി നിർമ്മാണം, ഇതിനാണ് പൂർത്തം എന്ന് പറയുക. അങ്ങനെ ഇഹലോകത്തിലുള്ള സാധാരണ ആളുകളെയും
ഞാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ആള് മഹാകേമനാണ് എന്ന് ഇങ്ങനെ പറയുന്നു. കസ്യചിത് ദ്വിജമുഖ്യസ്യാ ഭ്രഷ്ടാ ഗൗർമമ ഗോധനേ സംവൃത്താ വിദുഷാ സാച മയാ ദത്താ ദ്വിജാതയേ. എനിക്ക് ഇതൊക്കെ ചെയ്ത് എനിക്ക് എപ്പോഴാ അപകടം ഉണ്ടായത്? കസ്യചിൽ ഒരിക്കൽ ഏതോ ഒരു ദ്വിജമുഖ്യസ്യ ബ്രാഹ്മണശ്രേഷ്ഠന്റെ ഭ്രഷ്ടാ ഗൗ ഞാൻ കൊടുത്തതാണ്, അത് അദ്ദേഹത്തിൻ്റെ തൊഴുത്തിൽ നിന്ന് കയറ് പൊട്ടിച്ച് എൻ്റെ ആ പശുക്കൾ എൻ്റെ ഗോശാലയിൽ വന്ന് നിന്നു. മമ ഗോധനെ പശുക്കൂട്ടത്തിൽ ചേർന്നുപോയി. അവിദുഷ അതറിയാത്ത ഞാൻ മയ എന്നാൽ സാച അതും ദ്വിജാതയെ ദത്ത മറ്റൊരു ബ്രാഹ്മണന് കൊടുത്തു. ഏതോ ഒരു ബ്രാഹ്മണോത്തമന് ഞാൻ നേരത്തെ കൊടുത്ത ഒരു പശുവിനെ, ആ പശു എൻ്റെ ഗോശാലയിൽ വന്ന് നിന്നപ്പോൾ അതിനെ മുമ്പ് ദാനം ചെയ്തതാണെന്ന് അറിയാതെ ഞാൻ ആ പശുവിനെ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. താം നീയമാനാം തൽസ്വാമി ദൃഷ്ടോവാച മമേതി തം മമേതി പ്രതിഗ്രാഹ്യാഹ നൃഗോമേ ദത്തവാനിതി നീയമാനാം താം ദൃഷ്ട്വാ തം തൽസ്വാമി മമ ഇതി ഉവാച. ഈ ഞാൻ ദാനം ചെയ്ത പശുവിനെയും കൊണ്ട് പോകുന്ന ബ്രാഹ്മണനോട് അത് കണ്ടിട്ട് തൽസ്വാമി അതിൻ്റെ ആദ്യത്തെ ഉടമസ്ഥൻ, ഞാൻ ആദ്യം ഒരാൾക്ക് കൊടുത്തുല്ലോ, ആ ബ്രാഹ്മണൻ മമ ഇതി ഇത് എൻ്റേതാണ് എന്ന് ഉവാച. പ്രതിഗ്രാഹി പ്രതിഗ്രഹം സ്വീകരിച്ചവൻ, രണ്ടാമത് കിട്ടിയ ആൾ പറഞ്ഞു നൃഗം മേ ദത്തവാൻ ഇതി ഇത് നൃഗരാജാവ് എനിക്ക് തന്നതാണ്. മമ ഇതി ആഹ ഇത് എൻ്റേത് തന്നെയാണ് എന്ന് തിരിച്ച് അങ്ങോട്ടും പറഞ്ഞു. എന്നിൽ നിന്ന് ദാനം സ്വീകരിച്ച ആൾ ഇതിനെ കൊണ്ടുപോകുമ്പോൾ ആദ്യം ദാനം സ്വീകരിച്ച ആൾ പറഞ്ഞു ഇത് എൻ്റെയാണ്. അപ്പൊ രണ്ടാമത് സ്വീകരിച്ച ആൾ പറഞ്ഞു ഇത് എൻ്റെയാണ്, അല്ലാതെ ഇതെനിക്ക് മൃഗരാജാവ് തന്നതാണ്. അപ്പൊ മറ്റേ ആളും പറഞ്ഞു എനിക്ക് മൃഗരാജാവ് തന്നതാണ് എന്ന് പറയാണ്. വിപ്രൗ വിവദമാനൗ മാമൂചതു സ്വാർത്ഥസാധകൗ ഭവാൻ ദാതാപഹർത്തേതി തശ്രുത്വാ മേ ഭവൽഭ്രമ. വിവദമാനോ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്ന, സ്വാർത്ഥ സാധകൗ സ്വന്തം കാര്യം സാധിക്കാൻ ശ്രമിക്കുന്ന ആ ബ്രാഹ്മണർ, രണ്ട് ബ്രാഹ്മണരും ഭവാൻ ദാത അങ്ങ് ദാനം ചെയ്തവനാകുന്നു, അപഹരിച്ചവനാണ് എന്ന് മാം ഊചതു എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോ മേ ഭ്രമഹ അഭവൽ എനിക്ക് വല്ലാത്ത പരിഭ്രമം ഉണ്ടായി. രണ്ടുപേരും അവരവരുടെ കാര്യം സാധിക്കാൻ അവരവരുടെ വാദങ്ങൾ പ്രകടിപ്പിച്ചു. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് രണ്ടുപേരും ചോദിച്ചു അങ്ങല്ലേ എനിക്ക് ഈ പശുവിനെ തന്നത്? അപ്പോ അങ്ങ് എൻ്റെ പശുവിനെ അപഹരിച്ചവൻ ആണ് എന്ന് മറ്റേയാളും പറഞ്ഞു. എനിക്ക് തന്നതിനെ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് അപഹരിച്ച് മറ്റൊരാൾക്ക് കൊടുത്തേക്കണു. എനിക്ക് സ്വൈരമില്ലാതെയായി, ഇത്രയൊക്കെ ദാനം ചെയ്തിട്ടും എനിക്ക് പരിഭ്രമമായി. ഇപ്പൊ സ്വാർത്ഥസാധകവും പാത്രങ്ങളൊക്കെ കൊടുക്കുന്ന ആ ആളുകളൊക്കെ ശ്രേഷ്ഠരാണെന്ന് പറഞ്ഞുവെങ്കിലും ഇവിടെ അങ്ങനെയല്ല. നല്ല ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഈ രണ്ടുപേരും അവരവരുടെ സ്വാർത്ഥം സാധിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകളാണ്. ഇപ്പൊ തനിക്ക് പോലും തെറ്റുപറ്റി എന്ന് പറയാതെ പറയുകയാണ് മൃഗൻ. കൊടുക്കേണ്ടവർക്കല്ല കൊടുത്തത്. അങ്ങനെ ശ്രേഷ്ഠരായിരുന്നുവെങ്കിൽ ഇങ്ങനെ അതിനുവേണ്ടി തൻ്റെ പശുവാണെന്ന് പറഞ്ഞ് വാദിക്കുകയോ അങ്ങനെ തല്ലുവിടുകയോ ചെയ്യില്ല. ഏതായാലും അനുനീതാവുഭൗ വിപ്രൗ ധർമ്മകൃച്ഛഗതേന വൈ ഗവാം ലക്ഷം പ്രകൃഷ്ടാനാം ദാസ്യാമേഷാ പ്രദീയതാം. ധർമ്മസങ്കടത്തിലായി ഞാൻ. അങ്ങനെ ഞാൻ പ്രകൃഷ്ടാനാം ഏറ്റവും ശ്രേഷ്ഠരായ ഗവാം ലക്ഷം ദാസ്യാമി പശുക്കളെ 1,00,000 പശുക്കളെ തരാം. ഏഷ പ്രദീയതാം അതിനെ സ്വീകരിക്കൂ എന്ന് ഉഭൗ വിപ്രൗ അനുനീതൗ രണ്ട് ബ്രാഹ്മണരോടും ഞാൻ പറഞ്ഞു. ഈ പശുക്കളെ വിട്ടുതരൂ, നിങ്ങൾക്ക് ധാരാളം പാല് തരുന്ന 1,00,000 പശുക്കളെ രണ്ടുപേർക്കും തരാം. രണ്ടുപേരോടും പ്രത്യേകം ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ ഭവന്താവനുഗൃഹീതാം കിങ്കരസ്യാ വിജാനത
സമുദ്ധരതമാം കൃച്ഛ്രാൽ പതന്തം നിരയേശുചോ. അവിജാനത, അറിവില്ലാതിരിക്കുന്ന കിങ്കരസ്യ, കിങ്കരനെ ഭവന്തൗ അനുഗൃഹീതാം, അങ്ങ് നിങ്ങളെപ്പോലുള്ള ആളുകളെ അനുഗ്രഹിക്കൂ. അശുചൗ നിരയെ പതന്തം മാം കൃച്ഛാൽ സമുദ്ധരത. നോക്കൂ, അറിവില്ലാത്ത എന്നെ പോലുള്ള ആളുകളെ നിങ്ങൾ അനുഗ്രഹിച്ചാൽ എനിക്ക് നരകത്തിൽ പോകാതിരിക്കാൻ സാധിക്കും. നിങ്ങൾ ആരുടെ വാദമാണ് യഥാർത്ഥം എന്ന് തീർച്ചപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല. നിങ്ങളുടെ ദാസനായ എന്നെ അനുഗ്രഹിക്കണേ. ഞാൻ അസത്യം ചെയ്തുവെന്നും ഞാൻ അപഹരിച്ചുവെന്നും ഉള്ള രണ്ട് കാര്യം ഞാൻ അറിയാതെയാണെങ്കിലും അത് സംഭവിച്ചു പോയി. ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ അനുഗ്രഹിക്കണം. ഒരിക്കലും എന്നെ നരകത്തിൽ വീഴാൻ ഇടയാക്കരുതേ എന്ന് അവരോട് ഞാൻ പറഞ്ഞു. നാഹം പ്രതീക്ഷേ വൈരാജന്യുക്ത്വാ സ്വാമ്യപാക്രമൽ നാന്യൽ ഗവാമപ്യുതമിച്ഛാമീത്യപരോയയോ. അങ്ങനെ രാജാവിനോട് അഹം ന പ്രതീക്ഷേ, രണ്ട് ബ്രാഹ്മണരും പറഞ്ഞു ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്വാമി, ആ ഉടമസ്ഥൻ, അവിടുന്ന് പശുവിനെ കൊണ്ട് അങ്ങോട്ട് പോയി. ഗവാം അന്യത് അയുതമപി, ഇനി പശുക്കളുടെ മറ്റ് 10,000 കൂടി ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞ് അവൻ പോയപ്പോൾ മറ്റേ ആൾ പറഞ്ഞു എനിക്കും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അപരഹ യയോ, മറ്റേ ആളും പോയി. ഇതെന്റെ പശുവാണ്, ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് രണ്ടാമത് കിട്ടിയ ആള് അവിടുന്ന് പശുവിനെയും കൊണ്ടുപോയി. മറ്റേ ആൾ എന്ത് പറഞ്ഞു, എനിക്ക് ഇനി 1,00,000 വേണ്ട, 10,000 വേണ്ട, എനിക്ക് അങ്ങനെ ആഗ്രഹമുള്ള ആളൊന്നല്ല, ഒരു പശു പോവുകയാണെങ്കിൽ പോട്ടെ, പക്ഷേ എൻ്റേതിനെ എനിക്ക് തരാത്ത പക്ഷം എനിക്ക് പശുവിനെ ഒന്നിനെയും വേണ്ട എന്നും പറഞ്ഞ് മറ്റേ ആളും പോയി. രാജാവിൻ്റെ ഭാവിയിൽ സന്തപിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അവർക്ക് അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. മർക്കടമുഷ്ടി എന്ന് പറയില്ലേ, എന്താ മർക്കടമുഷ്ടി? കുരങ്ങൻ ഈ നാളികേരത്തിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ കയ്യെ പതുക്കെ 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 കടത്തി അതിനുള്ള അത് മുഴുവൻ, ആ കാമ്പ് മുഴുവൻ എടുത്തിട്ട് അത് കയ്യിൽ ചേർത്ത് വെച്ചിട്ട് കയ്യെ പുറത്തേക്ക് എടുക്കാൻ നോക്കും. ഇപ്പൊ സാധിക്കില്ല. ഇതിനാണ് മർക്കടമുഷ്ടി എന്ന് പറയാം. ഏതായാലും ഞാൻ ദാനശീലൻ എന്ന ഭാവത്തോടു കൂടി തുടങ്ങിയത് ഇപ്പോ അങ്ങനെയല്ലാതെയായിട്ട് തീർന്നു. തൻ്റെ ആ ദോഷം കൊണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് നൃഗൻ എന്ന രാജാവ് ഭഗവാനോട് പറയുന്നു. തസ്മിൻ ഏതസ്മിന്നന്തരേയാമ്യേർ ദൂതൈർനീതോയമക്ഷയം യമേന പൃഷ്ടസ്തത്രാഹം ദേവദേവ ജഗത്പതേ. ദേവദേവ, ദേവന്മാരുടെയും ദേവനായിരിക്കുന്ന ലോകത്തിന്റെ മുഴുവൻ നാഥ, ഏതസ്മിൻ അന്തരേ, ഈ സന്ദർഭത്തിൽ യമേന, ആ യമന്റെ അടുത്തേക്ക് എത്തപ്പെട്ട ഞാൻ, യമനാൽ പൃഷ്ടസ്തത്രാഹം, യമനാൽ എന്നോട് ഇങ്ങനെ ചോദിക്കപ്പെട്ടു എന്നാണ്. ഇവിടെ എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കാതിരുന്ന, ഒരു പാപവും ചെയ്യാത്ത എൻ്റെ അടുത്തേക്ക് യമഭടന്മാർക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോ ഞാൻ പാപം ചെയ്തു. ഞാൻ പശുവിനെ അപഹരിച്ചു, ബ്രാഹ്മണരെ അപമാനിച്ചു. അതുകൊണ്ട് യമലോകത്തേക്ക് കൊണ്ടുപോയി യമന്റെ മുമ്പിൽ നിർത്തി. ആ സമയത്ത് യമൻ എന്നോട് ചോദിച്ചു, പൂർവം ത്വം അശുഭം ഭുങ്ക്ഷേ ഉതാഹോ നൃപതേ ശുഭം നാന്തം ദാനസ്യ ധർമ്മസ്യ പശ്യേ ലോകസ്യ ഭാസ്വത. രാജാവേ, അങ്ങ് ആദ്യം അശുഭം ആണോ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഉതാഹോ ശുഭം, ശുഭത്തെയാണോ? ദാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ആ പ്രകാശമാനമായ ലോകത്തിൻ്റെയും അന്തം ന പശ്യേ, ഞാൻ കാണുന്നില്ല. അങ്ങ് ഒരുപാട് പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോ പാപകർമ്മം ഇപ്പതാ ചെയ്തു. പാപകർമ്മത്തിന്റെ ഫലമായിട്ടുള്ള നരകം വേണോ, അതോ പുണ്യകർമ്മത്തിന്റെ ഫലമായ ശുഭം അല്ലെങ്കിൽ സ്വർഗം അനുഭവിക്കാനാണോ അങ്ങക്ക് ആദ്യം താല്പര്യം? അപ്പൊ അങ്ങ് ചെയ്ത് ദാനത്തിന്റെ പുണ്യം, ആ പുണ്യങ്ങളുടെ ഫലം അത് അനുഭവിക്കാനായി ആ സ്വർഗലോകം കാത്തു നിൽക്കണു. അത് എത്രയാണെന്ന് പറഞ്ഞാൽ
തീരില്ല. പൂർവം ദേവാശുഭം ഭുഞ്ച ഇതി പ്രാഹ പതേതി സാ താവദ്ദ്രാക്ഷമാത്മാനം കൃകലാസം പതൻ പ്രഭോ. പൂർവം ദേവ വിളിക്കുകയാണ്, അല്ലയോ യമധർമ്മ, പൂർവം അശുഭം ഭുഞ്ചേതി, ആദ്യം ഞാൻ പാപത്തെ സ്വീകരിക്കാം, അല്ലെങ്കിൽ പാപഫലത്തെ സ്വീകരിക്കാം. അങ്ങനെ പറഞ്ഞപ്പോ പതഹ, അതുകൊണ്ട് പതിക്കട്ടെ എന്ന് ആ യമൻ പറഞ്ഞു. അതോടുകൂടി ആത്മാനം കൃകലാസം പ്രഭോ അദ്രാക്ഷം, ഇപ്പൊ ഞാൻ ഒരു ഓന്തായി മാറി. അശുഭഫലം ആദ്യം അനുഭവിക്കാന്ന് പറഞ്ഞപ്പോ അങ്ങനെ തന്നെ എന്ന് പതിക്കട്ടെ, അതുപോലെ ആവട്ടെ എന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ ഓന്തായി മാറി. ബ്രഹ്മണ്യസ്യ വദാന്യസ്യ തവ ദാസസ്യ കേശവ സ്മൃതിർനാദ്യാപി വിധ്വസ്ത ഭവദ്ദർശന സന്ദർശനാർത്ഥിന. ലയോ കേശവ, ഭഗവാനെ, ബ്രഹ്മണ്യസ്യ ബ്രാഹ്മണ ഭക്തനും, വദാന്യസ്യ ദാനശീലനും, ഭവൽ സന്ദർശനാർത്ഥിന അങ്ങയുടെ ദർശനം ആഗ്രഹിക്കുന്നവനും, തവ ദാസസ്യ അങ്ങയുടെ ദാസനുമായ മേ എൻ്റെ സ്മൃതി അദ്യാപി ന വിധസ്ത, ഒരിക്കലും ഇപ്പോഴും എൻ്റെ ആ ഓർമ്മ ന വിധ്വസ്ത വിധ്വംസിച്ചില്ല, എനിക്ക് ഓർമ്മയില്ലാതെയായില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ജന്മജന്മാന്തരങ്ങളിലെ സ്മൃതി ഉണ്ടായത്, പൂർവജന്മത്തിന്റെ ഓർമ്മയുണ്ടായത് എന്ന് ദാ അവിടെ നൃഗൻ എന്ന രാജാവ് ഭഗവാനോട് പറയുന്നു. ആ 25-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. 26-ാമത്തെ ശ്ലോകം മുതൽ നൃഗമോക്ഷത്തിന്റെ മറ്റ് ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഹരേ കൃഷ്ണ. രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം,
പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. 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 ഹരി ഓം